ഗൈസ്, ഈ വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാവും, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. ഞാനുണ്ടല്ലോ ഈ ഒരു കോട്ട് പോലത്തെ ഈ ജാക്കറ്റ് ഉണ്ടല്ലോ, ആ ജാക്കറ്റ് ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ വൈറ്റ്, എനിക്കിങ്ങനെ പ്ലെയിൻ വൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും അതുപോലെ ഒന്ന് ഞാൻ കുറേ യൂസ് ചെയ്തതായിരുന്നു. പിന്നെ അതിൽ എന്തൊക്കെ ഞാൻ കളറൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് കളറായി, പിന്നെ അതിൽ എന്തൊക്കെയോ പാടുകളായി. അങ്ങനെയൊക്കെ ആയിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫ്രഷ്നെസ് പോയിണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന്. അപ്പം ഞാൻ ഈ നരൂട്ടോ ആനിമെ കാണാറുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതിൽ ഓരോ ക്യാരക്ടറിനെയും എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടമായിപ്പോയി. അപ്പം ഞാൻ എന്ത് വരയ്ക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം എനിക്ക് വരിക ഈ ആനിമെ ക്യാരക്ടേഴ്സ് ആട്ടോ. അപ്പം ഞാൻ അതന്നെ അങ്ങ് ആയിക്കോട്ടെ, അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സിനെയും തന്നെ വരച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഹിനാട്ടേനെ കേട്ടോ ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അങ്ങനെ ഓരോരോ ക്യാരക്ടറിനെയും ജസ്റ്റ് റഫായിട്ട് സ്കെച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനത് ക്ലോത്തിലേക്ക് ജസ്റ്റ് ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ വിചാരിക്കുന്നത്. ബാക്കിൽ കുറച്ച് വലുതായിട്ട് നറൂട്ടോനെയാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ വലിയ കിടയിൽ ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ ഇട്ടിട്ട് ഞാൻ ട്രേസ് എടുക്കുക കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, അത്ര ട്രേസായി എന്ന് പറയാൻ മാത്രം ഒന്നും ആയില്ല. ഇതന്നെ ഞാൻ 2-3 തവണ ഹാർഡായിട്ടിരുന്ന് വരച്ചിട്ടാട്ടോ ഈ ട്രേസ് ആയതും. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ കാർബൺ പേപ്പർ പഴയതായിട്ടാണോ എന്നാവോ, അത്ര ഇതോനെ വരച്ചിട്ടും ഈ ഒരു കാണുന്ന ഷേപ്പേ ആയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഔട്ട്ലൈൻ അങ്ങനെ ഇരുന്നോട്ടെ, ബാക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി അങ്ങ് ഡ്രോ ചെയ്തെടുത്തോണ്ടെന്ന്. അങ്ങനെ ഞാൻ ഓരോരുത്തരും സ്കെച്ച് ചെയ്തെടുക്കാം കേട്ടോ, എവിടേക്ക് വരയ്ക്കേണ്ടതെന്നൊക്കെ വന്നിട്ട്. ഇത് കണ്ടോ, അവരെ ഏതൊക്കെ പിക്ചേഴ്സ് ആരൊക്കെയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിലായിരുന്നു ഞാൻ ട്രേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നല്ല നീറ്റായിട്ട് ട്രേസ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്നും കൂടി നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഫുൾ കളർ അടിച്ചങ്ങോട്ട് വൈബാക്കാണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ കൊടുക്കാമെന്നാട്ടോ. അപ്പം ഞാൻ ഗാറേനെയാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാക്കും വൈറ്റും കളേഴ്സും മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് പോലെ വരുന്ന രീതിയിലാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സൈഡിലുള്ള പോർഷൻസ് നമുക്ക് എന്നാലും ഉണ്ടാവുമല്ലോ ബാക്കിയായിട്ട്. അവിടെയൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും അതിൽ തന്നെ ആനിമയിലുള്ള തന്നെ അവരുടെ ഓരോ കണ്ണുകൾ, അതിലത്തെ ഓരോ ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെയായിട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെയൊന്നും ആയിട്ടില്ല, എന്നാലും ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാസുകയാണ് ഗായ്സ്. സാസുകയുടെ അപ്പുറത്ത് തന്നെ മറ്റേ ഒറോജിമാറും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ. അങ്ങനെ ഞാൻ എല്ലാവരെയും ഏറെക്കുറെയൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി. ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്ന കുറേ വൈറ്റ് പെയിൻറ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഇൻ ദ സെൻസ് നമ്മളെൻ്റെ എടുക്കുമല്ലോ, ഒരു പാത്രത്തിലേക്ക് എന്തിലേക്ക് എടുക്കുമല്ലേ, അപ്പോൾ അതിൽ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചേർത്തു. എന്നിട്ട് ഞാൻ കണ്ണൊക്കെ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് റെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ അതെടുത്ത് നമുക്ക് അങ്ങനെ ആ ഒരു ജാക്കറ്റിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നറൂട്ടോൻ്റെ ഒക്കെ കണ്ണ് അതുപോലെ ഡാർക്കാക്കി കൊടുത്തത്. ഡാർക്കല്ല, അതായത് റെഡ് കൊടുത്തത്. ഇത് ഇട്ടിട്ടുള്ള ലുക്ക് കാണണ്ടേ? എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടല്ലേ കാണാൻ? എനിക്ക് സത്യമായിട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊടുത്തത് കൊണ്ട് പൊക്കി പറയുന്നതല്ല, എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കിതിങ്ങനെ ഇട്ടിട്ടുള്ള എൻ്റെ ലുക്ക് എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതേപോലെ എന്തെങ്കിലും പഴയൊക്കെ വൈറ്റ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് ഡ്രോ എടുത്താൽ മതി. സംഭവം സെറ്റായിരിക്കും. നമ്മൾ പെർഫെക്ഷനായിട്ട് തന്നെ ഡ്രോ ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. അങ്ങോട്ട് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ട് റെഡി ആയിരിക്കും. ഇതിപ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. ബട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.